ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ മാന്തൽ മുളക് കറി ഉണ്ടാക്കിയല്ലോ. നമുക്കിതിൻ്റെ ആദ്യ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മസാലകളൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഞാൻ വലിയൊരു തക്കാളിയാണ് എടുത്തത്. ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യാം. പിന്നെ ഞാൻ പകുതി ഉള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക്, രണ്ടല്ലി വെളുത്തുള്ളിയാണ്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 2-3 പച്ചമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചോറ് തിള വരുമ്പോഴത്തേക്ക് അതിന് മുന്നേ നമ്മൾ കറി റെഡിയാകും. ഇതിലേക്ക് 1/4 ടീസ്പൂണ് കടുകാണ് ഇട്ട് കൊടുത്തത്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മുടെ മസാലകളൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം നമുക്ക് വഴറ്റിയെടുക്കാം. നമുക്ക് ചെറിയൊരു പുളി എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ പുളിവെള്ളം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാ വാളൻ പുളിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ 3 സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇത് ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് 1.5 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടിയാണ്. ടേബിൾ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂണ് മല്ലിപ്പൊടി. ഇപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് കട്ടി കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു തിള വന്നതിന് ശേഷമാണ് നമ്മൾ മാന്തൽ ഇതിലിട്ട് കൊടുക്കേണ്ടത്. മാന്തൽ വൃത്തിയായി കഴുകി വെച്ചതാണ്, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം. മാന്തലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പം നല്ലോണം തിളയൊക്കെ വന്ന് നമ്മളെ മാന്തളൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.